വന്ദേ ഭാരത് ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ വേഗതയേറിയ റെയിൽ ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇത്തരമൊരു നീക്കം അതിവേഗ റെയിൽ യാത്രയോടുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന താൽപര്യത്തെ വ്യക്തമാക്കുന്നതാണ്. മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ആവശ്യമാണ്. അതായത് സർക്കാർ ഈ മേഖലയിൽ വൻ നിക്ഷേപം ഇറക്കുമെന്ന് സാരം. പുതിയ ട്രാക്കുകൾ, പാത ഇരട്ടിപ്പിക്കൽ, സുരക്ഷ വർദ്ധിപ്പിക്കൽ, സിഗ്നൽ വികസനം, കൂടുതൽ ജീവനക്കാർ എന്നിങ്ങനെ നീളുന്നു ഈ ലിസ്റ്റ്. ഈ നീക്കം രാജ്യത്ത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആദ്യഘട്ടത്തിൽ വന്ദേ ഭാരത് ബുള്ളറ്റ് ട്രെയിനുകൾ മുംബൈ അഹമ്മദാബാദ് റൂട്ട് പോലുള്ള സമർപ്പിത അതിവേഗ ഇടനാഴികളിലാകും പ്രവർത്തിക്കുക. ഇന്ത്യൻ റെയിൽവേയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ 2019 ഫെബ്രുവരിയിലാണ് അവതരിപ്പിച്ചത്. 2022 സെപ്റ്റംബറിൽ ഇവയുടെ സുരക്ഷാ സവിശേഷതകൾ വർദ്ധിപ്പിച്ചു. ഇതിൽ 3ാം തലമുറയാണ് സ്ലീപ്പറുകൾ. ഊർജ്ജ കാര്യക്ഷമതയും യാത്രക്കാരുടെ സുഖസൗകര്യങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തി രാത്രി ഓട്ടങ്ങൾക്ക് ഉതകുന്ന തരത്തിലാണ് ഇവയുടെ ഡിസൈൻ. ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്ത ഇവ ഇപ്പോൾ ട്രാക്കിലേക്ക് എത്തുകയാണ്. 2047 ആകുമ്പോഴേക്കും രാജ്യവ്യാപകമായി 4500 വന്ദേ ഭാരത് ട്രെയിനുകൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്.